ബദലായിട്ട് പരിണാമവാദികളും നിരീശ്വരവാദികളും അതുപോലെ പ്രപഞ്ചവാദികളും നാച്ചുറലിസ്റ്റുകളും അതുപോലെ ഹ്യൂമനിസ്റ്റുകളും ഒക്കെ അവതരിപ്പിക്കുന്നത് പരിണാമമാണ്. ഇപ്പോഴത്തെ പോപ്പുലേഷൻ ജനറ്റിക്സിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കൂടുതൽ മെച്ചമായ ഒരു ജീവി അതിലുള്ള ജീനുകള് കൂടുതൽ വർദ്ധിച്ചു വരത്തക്ക വിധത്തില് അതിന് കൂടുതൽ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാനും അവയെ സംരക്ഷിക്കുവാനും സാധിക്കും. ദൈവമാണ് സകല ധാർമ്മികതയുടെയും അടിസ്ഥാനമെന്ന് വിശ്വാസികൾ അവകാശപ്പെടാറുണ്ട്. സാമൂഹിക നിയമങ്ങൾ വഴി സമൂഹത്തിന്റെ നന്മയ്ക്കായി സമൂഹം തന്നെ ഉണ്ടാക്കിയതാണ് ധാർമ്മികത എന്നതല്ലേ കൂടുതൽ ശരി? നല്ല ചോദ്യമാണ്. ധാർമ്മികത അല്ലെങ്കിൽ ശരി തെറ്റ് ഇതൊക്കെ മനുഷ്യൻ സാമൂഹികമായിട്ടിരുന്ന് ആലോചിച്ചുറച്ച് അതിലേതാണ് നല്ലത് എന്ന് ചിന്തിച്ച് തിരഞ്ഞെടുത്തതല്ലേ? അല്ലെ സാമൂഹികമായ ചില നിയമങ്ങൾ സമൂഹത്തിന് നല്ലതാണ്, അതുകൊണ്ട് നമുക്കിത് തിരഞ്ഞെടുക്കാം എന്ന് നിയമസഭയോ പാർലമെന്റോ അല്ലെ ഇപ്പോൾ ഒരു ട്രൈബൽ സമൂഹമാണെങ്കിലോ ഒരു കൂട്ടമോ ഒക്കെ കൂടി തിരഞ്ഞെടുത്തതായിക്കൂടെ? അതിന് ദൈവം വേണോ? ദൈവമാണോ നന്മയുടെ ഉറവിടം എന്നൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. വാസ്തവത്തിൽ ഈ ലോകത്തിൽ സകല നന്മയുടെ ഉറവിടം ദൈവം തന്നെയാണ്. ബൈബിൾ അനുസരിച്ച് ദൈവം സ്നേഹമാണ്. ദൈവം സാക്ഷാൽ സ്നേഹമാണ്. ദൈവം അബ്സല്യൂട്ട് ലവ് ആണ്, ആത്യന്തിക സ്നേഹമാണ്. സകല നന്മയുടെയും മാതാവ് സ്നേഹം എന്ന് പറയുന്നതാണ്. അതായത് ഒരു ദുഷ്ടനായ മനുഷ്യനെ പോലും നശിപ്പിക്കാനായിട്ട് ഇഷ്ടപ്പെടാതെ ദൈവം അവന് പകരമായി തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ഒരു മനുഷ്യനായിട്ട് അവതരിപ്പിച്ച് ക്രൂശിൽ അവന് പകരം മരിക്കാൻ അനുവദിച്ചിട്ട് ഈ കൊള്ളരുതാത്ത മനുഷ്യനെ തിരഞ്ഞെടുക്കാൻ ദൈവത്തെ നിർബന്ധിക്കുന്ന ദൈവിക സ്വഭാവമാണ് സ്നേഹം. ലോകത്തിലെ സകല നന്മയുടെയും ഉറവിടം ഈ ദൈവിക സ്നേഹം തന്നെയാണ്. മാത്രമല്ല ദൈവം സ്നേഹമായതുകൊണ്ട് ദൈവം ഉണ്ടാക്കിയ പ്രമാണമാണ് സ്നേഹമാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്നുള്ളത്. ആ ദൈവം കൽപ്പിച്ച കൽപ്പനയുടെ അടിസ്ഥാനത്തിലാണ് സ്നേഹത്തിൽ അധിഷ്ഠിതമായ സകല സാമൂഹിക മൂല്യങ്ങളും ഉണ്ടായി വരാനായിട്ട് ഇടയായത്. അല്ലെങ്കിൽ ധാർമ്മികത മുഴുവൻ, ശരി തെറ്റ് മുഴുവൻ ദൈവത്തിൻ്റെ ഈ സ്വഭാവത്തിൽ അധിഷ്ഠിതമാണ്. നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് അനേക നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങൾ ഉണ്ടായത് എങ്ങനെയാണ്? ഒരു നിയമദാതാവുണ്ട് അല്ലേ? നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷനുണ്ട് അല്ലെ? ഒരു ഭരണഘടനയുണ്ട്. എന്തുകൊണ്ട് നമുക്കൊരു ഭരണഘടനയുണ്ട്? നമുക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് IPCയോ അല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിത എന്നിപ്പം വിളിക്കുന്ന ആ നിയമങ്ങളൊക്കെ ഉണ്ട് അല്ലെ? CRPC അതുപോലുള്ള മറ്റനേക നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങളൊക്കെ വരാൻ കാരണം ഒരു നിയമദാതാവ് ഉള്ളത് കൊണ്ടാണ്. അല്ലാതെ വേറൊരു മാർഗത്തിലൂടെ എന്തെങ്കിലും ഒരു വ്യവസ്ഥിതി ലോകത്തിൽ വന്നു എന്ന് സമ്മതിക്കാൻ അവർക്ക് കഴിയത്തില്ല. അതിനെയൊക്കെ അവർ നിരാകരിക്കുക. പരിണാമം വഴി ധാർമ്മികത വരാനായിട്ട് സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടുമില്ല. കാരണം ധാർമ്മികത ഒരു ജീവി സ്വീകരിച്ചാൽ ആ ജീവി പരിണാമപരമായിട്ട് മെച്ചമല്ലാത്തതാകുകയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, എൻ്റെ പണം വേറൊരാൾക്ക് കൊടുത്ത് ബലഹീനനായ ഒരാളെ സഹായിക്കുന്നത് ധാർമ്മികമായിട്ട് നല്ല കാര്യമാണ്. പക്ഷെ പരിണാമപരമായിട്ട് അങ്ങനെ ചെയ്യുന്ന ജീവിയെ പ്രകൃതി നിർദ്ധാരണം ചെയ്ത് ഇല്ലായ്മ ചെയ്യണം. പ്രകൃതി ആ ജീവിയെ നിഷ്കാസനം ചെയ്യണം. അതാണ് പ്രകൃതി ചെയ്യേണ്ടത്. അതേസമയത്ത് വളരെ ദുഷ്ടനായ, ഒരു നന്മയും ചെയ്യാത്ത, ഒരു ധാർമ്മികതയും ഇല്ലാത്ത ഒരു ജീവിയെ പരിണാമത്തിൻ്റെ രീതിയിൽ നോക്കിയാൽ വാസ്തവത്തിൽ തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത്. പരിണാമത്തിന് ധാർമ്മികതയെ തിരഞ്ഞെടുത്ത് അധാർമികതയെ ഇല്ലാതാക്കാൻ കഴിയുകയില്ല. മറിച്ച് അധാർമികതയുള്ള ജീവികൾ പരിണാമത്തിൻ്റെ വീക്ഷണകോണിൽ കൂടുതൽ മെച്ചമായവയാണ്. അവയ്ക്കുള്ള വിഭവങ്ങളും അവയുടെ സന്തതി പരമ്പരകൾ വർദ്ധിച്ചു വരാനായിട്ട് ഉപയോഗിക്കാം. മാത്രമല്ല ധാർമ്മികതയില്ലാത്തത് കൊണ്ട് അവയുമായി മത്സരിക്കുന്ന മറ്റ് ജീവികളുടെ വിഭവങ്ങൾ പിടിച്ചെടുത്ത് അത് അവയ്ക്ക് വേണ്ടി ഉപയോഗിക്കാനും സാധിക്കും. അപ്പം പരിണാമത്തിൻ്റെ വീക്ഷണകോണിൽ നിന്ന് നോക്കിയാൽ അധാർമികതയുള്ള ഒരു ജീവിയാണ് കൂടുതൽ മെച്ചമായത്. പരിണാമത്തിന് മെച്ചമായതിനെ തിരഞ്ഞെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണ്. ഇപ്പോഴത്തെ പോപ്പുലേഷൻ ജനറ്റിക്സിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കൂടുതൽ മെച്ചമായ ഒരു ജീവി അതിലുള്ള ജീനുകൾ കൂടുതൽ വർദ്ധിച്ചു വരത്തക്ക വിധത്തിൽ അതിന് കൂടുതൽ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാനും അവയെ സംരക്ഷിക്കുവാനും സാധിക്കും.
അങ്ങനെയാണെങ്കിൽ അധാർമികതയുള്ള ഒരു ജീവിക്കാണ് മറ്റുള്ളവയുടെ വിഭവങ്ങൾ പിടിച്ചെടുത്തും സ്വന്തം വിഭവങ്ങൾ വളരെ സെൽഫിഷായിട്ട് സ്വാർത്ഥതയോടുകൂടെ സ്വന്തം തലമുറയ്ക്കായിട്ട് മാത്രം ഉപയോഗിച്ചും സ്വന്തം തലമുറയും അങ്ങനെ തന്നിലുള്ള ജീനുകളെയും കൂടുതൽ വർദ്ധിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നത്. പരിണാമപരമായിട്ട് തീർച്ചയായിട്ടും ധാർമ്മികത ഉണ്ടാകത്തില്ല. ധാർമ്മികതയ്ക്ക് ആകെ ഒരു വിശദീകരണമേ ഉള്ളൂ. ഒരു നല്ലവനായ സ്നേഹത്തിൻ്റെ നിറകുടമായ ഒരു ആത്യന്തിക സ്നേഹമായിട്ടുള്ള ദൈവമുണ്ട്. ആ ദൈവം സകലത്തെയും സൃഷ്ടിച്ചു. മാത്രമല്ല സകല സൃഷ്ടിജാലങ്ങൾക്കും ദൈവം കൊടുത്തിരിക്കുന്ന പ്രമാണവും സ്നേഹിക്കണം എന്നുള്ളതാണ്. ആ സ്നേഹത്തിൽ നിന്നാണ് സകല കാരുണ്യവും സകല കൃപയും സകല നന്മയും സകല മൊറാലിറ്റിയും സകല ധാർമ്മികതയും ഉടലെടുത്തിരിക്കുന്നത്. അതെ, ഈ പ്രപഞ്ചത്തിൽ നമ്മൾ എന്തെങ്കിലും ധാർമ്മികത കാണുന്നെങ്കിൽ അത് നമുക്ക് ദൈവത്തിൽ നിന്ന് ലഭിച്ചതാണ്. ഒരു പക്ഷെങ്കിൽ ആ ധാർമ്മികത വേണ്ടെന്ന് വെച്ച് നിരീശ്വരവാദത്തിൻ്റെയും അതുപോലെ പ്രകൃതിവാദത്തിൻ്റെയും അതുപോലെ മാനവികതയുടെയൊക്കെ സ്വാധീനത്തിൽ മനുഷ്യർ ശ്രമിക്കുന്നത് കൊണ്ട് ധാർമ്മികത കുറയുന്നു എന്നേ ഉള്ളൂ. വാസ്തവത്തിൽ പരിണാമ സിദ്ധാന്തവും ധാർമ്മികതയെ അങ്ങനെ വളരെ നെഗറ്റീവായിട്ട് സ്വാധീനിക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ് ശരി. പക്ഷേ ഇന്നുള്ള സകല ധാർമ്മികതയും ദൈവദത്തമാണ്, ദൈവത്തിൽ നിന്നുള്ളതാണ്. അതിൻ്റെ എല്ലാ അടിസ്ഥാനം ബൈബിള് തന്നെയാണ്. താങ്ക് യു.